തുളസി ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാതെ തന്നെ തനിയെ സമൃദ്ധമായി പൊട്ടിമുളച്ച് വളരുകയാണെങ്കിൽ അവിടെ ലക്ഷ്മി സാന്നിധ്യമുണ്ടെന്നും പറയുന്നു. ഔഷധ ചെടി കൂടിയായ തുളസിക്ക് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് ആക്കാനുള്ള കഴിവ് കൂടിയുണ്ട്. പൂജാതി കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് തുളസിക്ക് ഉള്ളത്. എന്നാൽ തന്നെയും ഗണപതിക്ക് തുളസി കൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അതിന് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പൂജാ പുഷ്പമാണ് തുളസി. ധനത്തിൻ്റെ ദേവതയായ തുളസി ദേവി തുളസിയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെയും തുളസിയുള്ളിടത്ത് ലക്ഷ്മി ദേവിയുള്ളിടത്ത് ശ്രീഹരിയും ഉണ്ടാകും. ത്രിസന്ധ്യയ്ക്കും ഏകാദശി ദിവസവും സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ദിവസവും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. തുളസി ചെടിയെ യഥാവിധി പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്.